ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നടന്ന മാത്സ് പരീക്ഷയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് 13 ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫോർത്ത് ടേം നമുക്ക് തന്നിട്ടുണ്ട്. ഫോർത്ത് ടേം അല്ല, 4th ടേം മുതൽ 4ാം പദം മുതൽ 6ാം പദം വരെയുള്ള പദങ്ങളുടെ തുക, 4ാമത്തെ പദം പ്ലസ് 5ാമത്തെ പദം പ്ലസ് 6ാമത്തെ പദം, ഇങ്ങനെ 6 ടേംസിൻ്റെ സമ്മ് എത്രയാണ് തന്നിട്ടുണ്ട്? 75 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ 14ാമത്തെ ടേം മുതൽ 18ാമത്തെ ടേം വരെ, 14ാമത്തെ ടേം, 15ാമത്തെ ടേം, 16ാമത്തെ ടേം, 17ാമത്തെ ടേം, 18ാമത്തെ ടേം, ഇത്രയും എന്താണെന്നും തന്നിട്ടുണ്ട്? 350 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. 5th ടേം, ശ്രേണിയുടെ 5ാമത്തെ പദമാണ്. 5th ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ചോദിക്കാനുള്ള വ്യക്തമായ കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 4ാമത്തെ 5ാമത്തെ 6ാമത്തെയും ടേംസിൻ്റെ സമ്മ് തുക തന്നിട്ടുണ്ട്. ഈ 3 ടേംസിൻ്റെ നടുവിൽ വരുന്നത് ആരാ? മിഡിൽ ടേം. മധ്യപദം എന്ന് പറയുന്നത് 5ാമത്തെ ടേം അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവർ 5ാമത്തെ ടേം ചോദിച്ചത്. മിഡിൽ ടേം കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം, സം ബൈ നമ്പർ, ശരിയല്ലേ? അപ്പോൾ ഈ 5 ടേംസിൻ്റെ സമ്മ് 75 ആണെന്നും ഇവിടെ എത്ര ടേംസ് കൂട്ടിയിട്ടാണ് പറഞ്ഞത്? 3 എണ്ണല്ലേ ആകെ ഉള്ളത്. അപ്പോൾ 75നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 ആണ് ഒന്നാമത്തതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16ാമത്തെ ടേം. ഈ 2ാമത്തെ സമ്മ് നമുക്ക് തന്നതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ 16ാമത്തെ ടേം എന്ന് പറയുന്നത് ഈ 5 എണ്ണത്തിൻ്റെ മിഡിലല്ലേ 16ാമത്തെ ടേം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ 16ാമത്തെ ടേം ചോദിച്ചത്. ഇതിൻ്റെ മിഡിൽ ടേമാ. അപ്പോൾ മിഡിൽ ടേം മധ്യപദം കാണാൻ തുക ബൈ നമ്പർ, നമുക്ക് ഇക്വേഷൻ അറിയാം. സമ്മ് 350 ആണ് തന്നിട്ടുണ്ട്. നമ്പർ എന്ന് പറയുന്നത് ഇതിൽ 5 ടേംസ് അല്ലേ ആഡ് ചെയ്തത്. സോ ബൈ 5 വരും. എത്ര വരും? 70 വരും അല്ലേ? കാരണം എന്താ? 7 5 35, പിന്നെ ഒരു 0, 70 എന്ന് കിട്ടി. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നമ്മളോട് ചോദിച്ചത് ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. അതായത് 20 പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? 20 ടേംസിൻ്റെ സമ്മ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 20 ടേംസിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, അതായത് 1ാമത്തെ ടേം പ്ലസ് 20ാമത്തെ ടേം, ശരിയല്ലേ? അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1ാമത്തെ 20ാമത്തെയും ടേം കണ്ടുപിടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കാരണം എന്താ? നമ്മുടെ കയ്യിൽ നമുക്കൊരു ട്രിക്ക് അറിയാം. 5ാമത്തെ ടേമും ഉണ്ട്. 5ാമത്തെ ടേം 25 ആണെന്നും അറിയാം. 16ാമത്തെ ടേം 70 ആണെന്നും അറിയാം. ഈ 5ാമത്തെ ടേമും 16ഉം കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ പൊസിഷൻ നമ്പേഴ്സ് കൂട്ടുക, 5ഉം 16ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 21 എന്നല്ലേ കിട്ടുക. അപ്പോൾ ഈ 21 സമ്മായിട്ട് വരുന്ന ഏതെടുത്ത് കഴിഞ്ഞാലും, അതായത് മിസ് ഈ 5ാമത്തെ ടേമും 16ാമത്തെ ടേമും തമ്മിലൊന്ന് ആഡ് ചെയ്യാണ്. 25ഉം 70ഉം ആഡ് ചെയ്താൽ എത്ര വരും? 95 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ 95 ഉണ്ട്. അതായത് എന്താ ഉദ്ദേശിച്ചത്? ഈ 2 ടേംസ് ആഡ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് 20ാമത്തെ ടേമിൻ്റെ സം, 20 ടേംസിൻ്റെ സമ്മാണ്. അതായത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x1ഉം ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് x20 ആയിരിക്കും. ഈ 1ഉം 20ഉം കൂട്ടിയാലും എത്ര തന്നെയാണ് കിട്ടുക? 21 എന്നല്ലേ കിട്ടുക, ശരിയല്ലേ? 1ഉം 20ഉം കൂട്ടിയാൽ 21 എന്ന് തന്നെയാണ് കിട്ടുക. നമുക്ക് 5ഉം 16ഉം കൂട്ടിയാലും 21 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പം നമ്മൾ ഈ x1 പ്ലസ് x20 കാണാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ടേമും 20ാമത്തെ ടേമും സെപ്പറേറ്റ് കണ്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഈ 5ാമത്തെയും 16ാമത്തെയും ടേം ആഡ് ചെയ്തപ്പോൾ 95 അല്ലേ കിട്ടിയത്. അതേ ആൻസർ തന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടും. 1ാമത്തതും 20ാമത്തതും ആഡ് ചെയ്താൽ എത്ര തന്നെയാണ് കിട്ടുക? 95 ആണ് കിട്ടുക. അതിൻ്റെ റീസൺ ഈ പൊസിഷൻ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 21 ആണ്. 5ഉം 16ഉം ആഡ് ചെയ്താലും 21 ആണ്. 1ഉം 20ഉം കൂട്ടിയാലും 21 ആണ്. ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഈ പൊസിഷൻ നമ്പേഴ്സ് ഒരേ നമ്പർ വരുന്ന ഏത് പദങ്ങളുടെയും തുക സെയിം ആയിരിക്കും. ഇനി 21 കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഏതൊക്കെ ടേംസ് എടുത്താലും ആ 2 ടേംസ് ഏത് തന്നെ ആയാലും അതിൻ്റെ സമ്മ്, അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 95 ആണ്. നമ്മൾ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി x1 പ്ലസ് x20ക്ക് പകരം നമ്മൾ കഷ്ടപ്പെട്ടിട്ട് x1ഉം x20 ഒന്നും കാണാൻ പോകണ്ട. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്താൽ 95 എന്ന് കൊടുക്കാം. അതായത് 20 ടേംസിൻ്റെ സമ്മ് കാണാൻ n എത്രയാ? 20 തന്നെ വരും അല്ലേ? ഇനി x1 പ്ലസ് x20 എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ദാറ്റ് ഈസ്
20/2 ഇൻറ്റു x1 + x20 വേറെ വേറെ കാണണ്ട, നമുക്ക് കിട്ടി 95 ആണ്. സോ 95 എന്ന് ഡയറക്റ്റ് എഴുതാം. 20 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 വരും. 10 × 95 ആൻസർ എത്ര വരും? 950 എന്ന ആൻസർ വരും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു സാധനം. എന്നാൽ നിങ്ങൾക്ക് കുറേ സ്റ്റെപ്പ് കുറഞ്ഞു കിട്ടും. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വേറെ ഒരു രീതിയിൽ ചെയ്തു, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക ആദ്യം തന്നെ ഈ 2 ടേം ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഫസ്റ്റ് ടേം കാണുക, 20ാമത്തെ ടേം കാണുക. പക്ഷെ അത് കുറച്ച് ലെങ്തി ആയിരിക്കും. എപ്പോഴും നല്ല കോമൺ ഡിഫറൻസ് കിട്ടിക്കോളണം നിർബന്ധമല്ല. ഫ്രാക്ഷനോ ഭിന്നസംഖ്യ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ 950 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ആ ചോദ്യം ചെയ്തു. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. ഒരു പെട്ടിയിൽ 1 2 3 ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യനാണ് തോന്നുന്നു അല്ലേ. 1 2 3 4 5 എന്നീ എണ്ണൽ സംഖ്യകൾ എഴുതിയ 5 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു ബോക്സിൽ 2 3 5 എന്നീ നാച്ചുറൽ നമ്പേഴ്സ് സാധാ സംഖ്യകൾ എഴുതിയ 3 കടലാസ് കഷ്ണങ്ങളുണ്ട്. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് എടുക്കുന്നു. അതായത് ആദ്യത്തെ പെട്ടിയിൽ നിന്ന് 1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെട്ടിയിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഒരേ സമയത്ത് 2 കടലാസ് കഷ്ണങ്ങൾ നമ്മൾ എടുക്കണം. ചോദിച്ചത് എത്ര വ്യത്യസ്ത രീതിയിൽ എടുക്കാം, അതായത് പ്രോബബിലിറ്റി ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് എങ്ങനെ ചാൻസസ്, അവിടെ ടോട്ടൽ എത്ര വ്യത്യസ്തമായ രീതിയിൽ എടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് ടു ഗെറ്റ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കണം. അപ്പം മിസ് ഈ ആൻസർ ഒന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. പതിനാലാമത്തെ ചോദ്യമാണ്. ഒരു പെട്ടിയിൽ എത്ര നമ്പർ ഉള്ളത്? ഒന്നാമത്തെ പെട്ടിയിൽ 1 2 3 4 5 എന്ന് എഴുതിയ കാർഡുണ്ട്. മറ്റേതിൽ എത്ര ഉണ്ട്? 2 3 5. ശരിയല്ലേ? അപ്പോൾ ആകെ എത്ര രീതിയിൽ എടുക്കാം നമുക്ക്? 1 വേണമെങ്കിൽ നമുക്ക് എഴുതി നോക്കാം, അല്ലാതെ തന്നെ എഴുതാം. ഒന്നാമത്തതിൻ്റെ ആൻസർ ആകെ എത്ര വ്യത്യസ്ത രീതിയിൽ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 5 എണ്ണം ഉണ്ട്, ഇതിൽ 3 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം 5 × 3 ടോട്ടൽ എത്ര വ്യത്യസ്ത രീതികളിൽ എടുക്കാം? 15 രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ശരിയല്ലേ? 1 2 എടുക്കാം, 1 3 എടുക്കാം, 1 5, അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും കൂടി എടുക്കാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം എത്ര വ്യത്യസ്ത രീതിയിൽ എടുക്കാമെന്നാ. അപ്പോൾ മിസ് ഇവിടെ ജസ്റ്റ് നമ്പേഴ്സ് ഒന്ന് എഴുതുന്നു. 2 3 4 5. പിന്നെയോ നമ്മുടെ കയ്യിൽ പിന്നെ ഏതൊക്കെ നമ്പറാണ് ഉള്ളത്? 2 3 5. ശരിയല്ലേ? ഇനി നമ്മളോട് ഇത് അഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഖ്യ? പ്രൈം നമ്പർ അല്ലേ. അതായത് അതിൻ്റെ ഫാക്ടർ 1 ആ നമ്പർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്രത്തെ വ്യത്യസ്ത രീതിയിൽ എടുക്കാം? ഒന്നാമത്തെ ബോക്സിൽ നിന്ന് 1 എടുക്കുമ്പോൾ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? 2 എടുക്കാം. 1 2 1 3 1 5. 1 എടുക്കുമ്പോൾ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ശരിയല്ലേ? അതേപോലെ തന്നെ അടുത്തതോ, ആദ്യത്തെ ബോക്സിൽ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ബോക്സിൽ നിന്ന് വേണേൽ 2 എടുക്കാം, അല്ലെങ്കിൽ 3 എടുക്കാം, അല്ലെങ്കിൽ 5 എടുക്കാം. അവിടെയും 3 വ്യത്യസ്ത ചാൻസുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ആണെന്നുണ്ടെങ്കിൽ 2 എടുക്കുക, അല്ലെ 2 3, അല്ലെ 2 5, ഏത് രീതിയിൽ വേണം എഴുതാം. അപ്പോൾ 2 വേണമെങ്കിൽ വരാം, 2 3 എടുക്കുക, 2 5 എടുക്കുക. ഇതിൽ ഒന്നാമത്തെ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആദ്യത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്നതും രണ്ടാമത്തെ നമ്പർ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്നതുമാണ്. ഇനി ഇവിടെ നോക്ക്, 3നെ നമുക്ക് 3 എടുക്കുമ്പോൾ വേണേൽ രണ്ടാമത്തേന്ന് 2 എടുക്കാം, അല്ലെ 3 എടുക്കാം, അല്ലെ 5 എടുക്കാം. അത്രയും ചാൻസുകൾ അവിടെ ടോട്ടൽ വരും അല്ലേ. അതായത് 3 2 3 3 3 5. ശരിയല്ലേ? അടുത്തത് അതേപോലെ തന്നെ 4ൻ്റെ കൂടെ 2 വരാം, 4ൻ്റെ കൂടെ 3 വരാം, 4ൻ്റെ കൂടെ 5 വരാം. അടുത്തത് 5ൻ്റെ കൂടെ 2 വരാം, 5ൻ്റെ കൂടെ 3 വരാം, 5ൻ്റെ കൂടെ 5 വരാം. അപ്പോൾ നിങ്ങൾ നോക്കി ടോട്ടൽ എത്ര ചാൻസാ? 15 എണ്ണം അല്ലേ നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ നമ്പേഴ്സ് തമ്മിലൊന്ന് ഗുണിച്ചെഴുതിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി നിങ്ങളുടെ ചോദ്യം, ഈ കിട്ടുന്ന സംഖ്യകളുടെ തുക അഭാജ്യ സംഖ്യ. തുക എന്ന് പറഞ്ഞാൽ സമ്മ്, അതായത് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഞാൻ മുകളിൽ ജസ്റ്റ് എഴുതി വെക്കാം. 2 1 3, ഇവിടെ 1 3 4, 1 5 6, 2 2 4, 2 3 5, 2 5 7, 2 3 5, 3 3 6, 3 5 8, 4 2 6, 4 3 7, 4 5 9, 5 2 7, 5 3 8, 5 5 10. ശരിയല്ലേ? അതായത് ഈ തുകകൾ കൂട്ടിയിട്ടുള്ള നമ്പറാണ് അത്. ഈ 2 ബോക്സിൽ നിന്ന് എടുത്ത നമ്പറുകളുടെ തുകയാണ് മിസ് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് തുക അഭാജ്യസംഖ്യ ആവാനുള്ള സാധ്യതയാണ്. ശരിയല്ലേ? അപ്പോൾ രണ്ടാമത്തതിൻ്റെ ആൻസർ എന്താ മിസ്? ഇത് അവിടെ റെഡ് കളറിൽ എഴുതാം. ആകെ സാധ്യത, ആകെ എത്ര വ്യത്യസ്ത രീതിയിൽ എടുക്കാം? 15. അപ്പോൾ എപ്പോഴും താഴെ നിങ്ങൾ
ടോട്ടൽ ചാൻസുകൾ 15 വ്യത്യസ്ത രീതിയിൽ. പിന്നെ സമ്മ് അഭാജ്യസംഖ്യ ആവുന്നത് ഇതിൽ ഏതൊക്കെയാ? 3 ഒരു പ്രൈം നമ്പറാ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? 3നെ നിങ്ങൾക്ക് 1 × 3 എന്ന് മാത്രമല്ലേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും രീതിയിൽ എഴുതാൻ പറ്റുമോ? പക്ഷെ 4 ഒരു അഭാജ്യസംഖ്യയാണോ? അല്ല. 4ന് നിങ്ങൾക്ക് 1 × 4 എന്ന് എഴുതാം, 2 × 2 എന്ന് എഴുതാം. അപ്പോൾ വേറെ വ്യത്യസ്ത രീതിയിൽ എഴുതാൻ പറ്റിയില്ല. അതായത് അവിടുത്തെ ഘടകങ്ങൾ മാറിയില്ലേ? അങ്ങനത്തെ നമ്പറുകളാണ് അറിയാൻ മതി. നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ചോദ്യം ഉണ്ട് അഭാജ്യസംഖ്യയായിട്ട് റിലേറ്റ് ചെയ്ത്, പ്രൈം നമ്പർ ആയിട്ട്. അപ്പോൾ അതൊന്നും അറിയാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ അഭാജ്യസംഖ്യകൾ? 3 അഭാജ്യമാണ്, പിന്നെയോ 5 അഭാജ്യമാണ് അല്ലേ? 7 പ്രൈം നമ്പറാണ്, പിന്നെയും 5 പ്രൈം നമ്പറാ. ഈ ഇരട്ട സംഖ്യകൾ ഈവൻ നമ്പേഴ്സ് ഒന്നും പ്രൈം അല്ല അല്ലേ? പിന്നെ ഏതാ? ഇതാ ഇവിടെ ഒരു പ്രൈം. 9 പ്രൈം ആണോ? അല്ല, 9 അഭാജ്യമല്ല. 9ന് നമുക്ക് 1 × 9 എന്ന് എഴുതാം, 3 × 3 എന്ന് എഴുതാം. അപ്പോൾ അത് അഭാജ്യമല്ല. അപ്പോൾ നമുക്കത് കൂട്ടണ്ട. ഓക്കെ. പിന്നെയോ ദ എഗെയിൻ ഒരു 7. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. 6. അപ്പോൾ നമുക്ക് എന്ത് വരും ആൻസർ? 6/15. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്ക്. ഇങ്ങനെ കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലം, അതായത് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് എത്ര? 5ൻ്റെ ഗുണിതമാവാനുള്ള സാധ്യത. 5ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെ? 5 10 15 20 25. അതല്ലേ 5ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെ പകരം നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാ? ഗുണിക്കാൻ പോവുക ഈ സംഖ്യകൾക്ക് പകരം. 1ഉം 2ഉം ഗുണിച്ചാൽ 2. 1 × മിസ് നീല കളർ കൊണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 × 3 3, 1 × 5 5, 2 2 4, 2 3 6, 2 5 10. ഗുണിച്ചാണ് കേട്ടോ എഴുതുന്നത്. ഗുണനഫലമാണ് ചോദിച്ചത്. 3 2 6, 3 3 9, 3 5 15, 4 2 8, 4 3 12, 5 4 20, 5 2 10, 5 3 15, 5 5 25. ഓക്കെ. ഈ നീലയിൽ 5ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ? അതാ ഒരു 5ൻ്റെ ഗുണിതം. ഇവിടെ 5ൻ്റെ ഗുണിതം 2 5 10. ശരിയല്ലേ? 3 5 15. ഇതൊന്നും 5ൻ്റെ ഗുണിതം അല്ല അല്ലേ? ഇതാ 5 4 21. പിന്നെയോ ഇവിടെ ഇത് 3 5ൻ്റെ ഗുണിതം. ശരിയല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 എണ്ണം ഉണ്ട്. കറക്റ്റ് ആണല്ലോ? അപ്പോൾ ടോട്ടൽ എത്ര എണ്ണം നമുക്ക് കിട്ടിയത്? 1 2 3 4 5 6 7. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ആൻസർ? 7/, മൂന്നാമത്തതിൻ്റെ ആൻസറാണ് 7/15. കറക്റ്റ് ആണല്ലോ? അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 10 A ക്ലാസ്സിൽ 25 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. 10 B ക്ലാസ്സിൽ. അടുത്ത ചോദ്യം മിസ് പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതേ ചോദ്യം തന്നെയാണ് വന്നിരിക്കുന്നത്. അത് ഇനി പറഞ്ഞിട്ട് ടൈം കളയുന്നില്ല. നമുക്കറിയാം, നിങ്ങൾ നോട്ട് ബുക്കിലോ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പം ഇതും ഉണ്ട് ശരിക്കും. പിന്നെ എല്ലാം പറഞ്ഞിട്ട് നമ്മൾ നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. സമാന്തര ശ്രേണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ചോദ്യം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിൻ്റെയും 21ാം പദത്തിൻ്റെയും തുക 180 ആണ്. ഇതൊന്നും വായിക്കുന്നുണ്ട്. ഓക്കെ. എന്താ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? 15ാമത്തെ ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിൻ്റെയും, അതായത് 1ാമത്തെ പദത്തിൻ്റെയും ഫസ്റ്റ് ടേമിൻ്റെയും 21st ടേമിൻ്റെയും സമ്മ് 21ാമത്തെ പദത്തിൻ്റെയും തുക 180 ആണ്. 180 ആണ്. ശരിയല്ലേ? ഓക്കെ. ഇനി ശ്രേണിയുടെ 11ാമത്തെ പദം എത്ര? 11ാമത്തെ പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്കൊരു കണക്ഷൻ അറിയാമായിരുന്നു അല്ലേ? ഇത് ഒന്നാമത്തത് ഇങ്ങനെ പോയിട്ട് ഇത് 21ാമത്തെ ടേം. ഈ 2 ടേമും കൂടി ആഡ് ചെയ്താൽ 180. എടാ 1ാമത്തത് മുതൽ 21ാമത്തെ പൊസിഷൻ്റെ കറക്റ്റ് നടുവിൽ വരുന്ന ആളാണ് ആര്? 11ാമത്തെ ടേം. നമ്മൾ 1ാമത്തെ ടേം 2ാമത്തെ ടേം അങ്ങനെ 21ാമത്തെ ടേം വരെ എഴുതിയാൽ കറക്റ്റ് മിഡിലിൽ ആരായിരിക്കും ഉണ്ടാവുക? എത്രാമത്തെ ആളായിരിക്കും? 11ാമത്തെ ടേം ആയിരിക്കും ഉണ്ടാവുക. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 1ഉം 21ഉം തമ്മിൽ കൂട്ടുക. അപ്പോൾ 22. 22ൻ്റെ പകുതി ആക്കിയാൽ മതി അല്ലേ? അപ്പോൾ 11ാമത്തെ ടേം ആയിരിക്കും. ആ ടേമിനൊരു പ്രത്യേകത നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ തുകയുടെ നേരെ പകുതി ആയിരിക്കും നടുവിലുണ്ടാവുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാ. അതായത് 180ൻ്റെ കറക്റ്റ് പകുതി ആയിരിക്കും എവിടെ ഉണ്ടാവുക? സെൻറ്ററിൽ ഉണ്ടാവുക. അതായത് ഇത് മിഡിൽ ടേം ആണ്, മധ്യപദമാണ്. മിഡിൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ? ആ 2
നമ്മളോട് ചോദിച്ചത് നേരത്തെയൊക്കെ പറഞ്ഞത് ഒന്നാമത്തത് മുതൽ 21ാമത്തത് വരെ എന്നായിരുന്നു. ഇതാ ഈ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല കേട്ടോ. ആദ്യത്തെ പദത്തിൻ്റെയും ഒന്നാമത്തെ ടേമിൻ്റെയും 21ാമത്തെ ടേമും ഈ 2 ടേംസ് മാത്രം കൂട്ടിയാൽ 180. എന്നിട്ട് അതിൻ്റെ നടുവിലുള്ളത് ചോദിച്ചാൽ എന്താ വരിക? ഇതിൻ്റെ നേരെ ഹാഫ് ആയിരിക്കും വരിക. ഓരോ പോയിന്റിനും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം എങ്ങനെ വേണമെങ്കിലും വരാം. ശ്രേണിയുടെ 4ാം പദം 34ആണ്. 18ാം പദം എന്താണ്? അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തത് കിട്ടി. രണ്ടാമത്തത് നാലാമത്തെ പദം 34ആണ്. 18ാമത്തെ പദം എന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. അതായത് ഒന്നാമത്തെ പദവും നമ്മുടെ കയ്യിലുണ്ട്. ഒന്നാമത്തെ പദമല്ല, 11ാമത്തെ പദവും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആരുണ്ട്? 4ാമത്തെ പദവും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക കോമൺ ഡിഫറൻസ് കാണാൻ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ. ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. 90ൽ നിന്ന് 34 കുറയ്ക്കുക, 11ൽ നിന്ന് 4 കുറയ്ക്കുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 56 കിട്ടും. പിന്നെ 11ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 8 കിട്ടും. 7 കിട്ടും. കറക്റ്റ് അല്ലേ? 56/7 എത്ര വരും? 8 വരും അല്ലേ. അതായത് /7 = 8. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം നമുക്ക് കിട്ടി. പൊതുവ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 18ാമത്തെ പദം കാണാനാണ് പറഞ്ഞത്. 4ാമത്തെ പദത്തിനോട് എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി? എത്ര പ്രാവശ്യം കൂട്ടിയാൽ മതി? 14 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുക. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് 4ാമത്തേനോട് 4നോട് 14 കൂട്ടിയാലല്ലേ 18 കിട്ടുക. അപ്പോൾ 4ാമത്തെ ടേമിനോട് 14 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 18ാമത്തെ ടേം കിട്ടും. 4ാമത്തെ ടേം 34 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 8 കിട്ടി പൊതുവ്യത്യാസം. അപ്പോൾ 34 + 14 × 8 വരും. 8 4 32 2 3 വരും. 8 1 8 8 3 11 അല്ലേ. അപ്പോൾ എത്ര വരും? 4 2 6 4 146 എന്ന് കിട്ടും. എത്രാമത്തെ ടേം? 18ാമത്തെ ടേം. അപ്പോൾ അതും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചത് ശ്രേണിയുടെ ആദ്യത്തെ 28 പദങ്ങളുടെ തുക എത്രയാണ്? 28 പദങ്ങളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം?